തെലുങ്കു താരം മോഹൻ ബാബു മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കുടുംബത്തിലെ സ്വത്ത് തർക്കത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിനിടെയായിരുന്നു ആക്രമണം. എന്താണ് മോഹൻ ബാബുവിന്റെ കുടുംബത്തിൽ നടന്നത്? മോഹൻ ബാബുവിന്റെ മക്കളായ മഞ്ജു മനോജും വിഷ്ണു മഞ്ജുവും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. സഹോദരങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായിരുന്നു. കുടുംബ ബിസിനസിന്റെയും സ്വത്തുക്കളുടെയും വിഭജനവുമായി ബന്ധപ്പെട്ടാണ് സഹോദരങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മൗനികയുമായുള്ള മനോജിന്റെ വിവാഹത്തിന് മോഹൻ ബാബുവിനും കുടുംബത്തിനും അതൃപ്തി ഉണ്ടായിരുന്നു. മോഹൻ ബാബുവും ഇളയ മകൻ മഞ്ജു മനോജും അടുത്തിടെ പരസ്യമായി ഉന്നയിച്ച ആരോപണങ്ങളാണ് കുടുംബത്തിനുള്ളിൽ ഏറെ നാളായി നിലനിൽക്കുന്ന ഭിന്നത പരസ്യമാകാൻ കാരണം. മോഹൻ ബാബുവും മഞ്ജുവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് പരസ്യമായ ഭിന്നതയിലേക്ക് നീങ്ങിയതോടെ കുടുംബ പ്രശ്നം പുറത്തുവന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണു കുടുംബത്തോടൊപ്പം അച്ഛൻ മോഹൻ ബാബുവിന്റെ വസതിയിൽ താമസിച്ചു വരികയായിരുന്നു. മനോജ് വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. 2023 വിഷ്ണു കുടുംബത്തോടൊപ്പം ദുബായിലേക്ക് മാറാൻ തീരുമാനിച്ചു. വിഷ്ണു മാറിയപ്പോൾ മഞ്ജുവിന്റെ അമ്മ നിർമ്മലാദേവി മഞ്ജുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അച്ഛനൊപ്പം താമസിപ്പിക്കുകയായിരുന്നു. മകൻ മഞ്ജു മനോജിനും ഭാര്യ മൗനികയ്ക്കുമെതിരെ മോഹൻ ബാബു പരാതി നൽകിയതോടെയാണ് താരകുടുംബത്തിലെ തർക്കം സിനിമാ ലോകത്ത് ചർച്ചയായത്. തന്റെ സുരക്ഷ അപകടത്തിലാണെന്നും മകൻ മനോജും ഭാര്യയും തന്റെ വീട് ബലമായി പിടിച്ചടക്കിയെന്നുമായിരുന്നു മോഹൻ ബാബുവിന്റെ പരാതി. ഇതിനിടെ ഇരുവരും തമ്മിലുള്ള സ്വത്ത് തർക്കത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം ജൽപ്പള്ളിയിലെ വസതിയിൽ വെച്ച് മോഹൻ ബാബുവും മകനും ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിനിടെ സംഭവം റിപ്പോർട്ട് ചെയ്യാനും വാർത്താ സമ്മേളനത്തിനുമായി എത്തിയ മാധ്യമപ്രവർത്തകർക്കും മർദ്ദനമേറ്റു. ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ മൈക്ക് പിടിച്ചുവാങ്ങി അടിക്കുകയായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ മോഹൻ ബാബു മൈക്ക് തട്ടിപ്പറിക്കുന്നതിന്റെയും മാധ്യമപ്രവർത്തകരിൽ ഒരാളുടെ തലയ്ക്കടിക്കുന്നതിന്റെയും ദൃശ്യങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് ഓൺലൈൻ.